ഇന്ന് ഞാൻ ഡ്രിങ്ക്സ് ഒന്നുമല്ല, ഇത് കണ്ടിട്ട് ഐസ്ക്രീം വേണമെന്നും തോന്നണ്ട. ചിക്കൻ വെച്ചിട്ടൊരു പോപ്സിക്കിൾ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അവിടെ പാചകത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് ബ്രെഡ്, പിന്നെ എല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ചിക്കൻ മാംസം കുറച്ച്, സോയാ സോസ് 3-4 സ്പൂൺ, ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും, കുരുമുളക് പൊടി, മുളക് പൊടി, റസ്കിൻ്റെ പൊടി. ഇതുകൂടാതെ റസ്കിൻ്റെ പൊടി മുക്കി പിടിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു മുട്ടയും കൂടി വേണ്ടി വരും. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ പീസെല്ലാം കൂടി മിക്സിയിലിട്ട് പൊടിച്ചിരിക്കണം. അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് ഇരിക്കും. ഇനി ബ്രെഡ് പൊടി, ചിക്കൻ, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും സോയാ സോസും കൂടി മിക്സിയിലിട്ട് നന്നായി മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഓയിലും റസ്ക് പൊടിയും ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി വെള്ളം പോലും ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് തന്നെ ഇത് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ സ്മൂത്ത് ആവാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ കത്തിയിൽ ഇത്തിരി എണ്ണ വെട്ടണം, അല്ലെങ്കിൽ കത്തിയിൽ ഒട്ടിപ്പിടിക്കും. കട്ട് ചെയ്യുമ്പോൾ നീളത്തിൽ കട്ട് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് പോപ്സിക്കിളിൻ്റെ ഷേപ്പിൽ എടുക്കാനുള്ളതാണ്. നമ്മളിത് പോപ്സിക്കിൻ്റെ ഷേപ്പിലേക്ക് പയ്യെ മാറ്റുക. ഇത് ഐസ് സ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ്. ഇത് അതിൻ്റെ നടുവിലേക്ക് പയ്യെ പ്രസ് ചെയ്ത് വയ്ക്കുക. ിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതെന്തിനാണെന്നറിയാമോ? ഈ ചിക്കൻ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ ചെയ്യണത്. നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കുകൾ മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കണം. അതിൻ്റെ ഇടയിലൊന്നും ആയിട്ടില്ലെങ്കിൽ കുറച്ച് റസ്ക് പൊടി അതിൻ്റെ മുകളിൽ കൂടെ വിതറാം. അതുപോലെ തന്നെ എല്ലാ സ്റ്റിക്കും അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കണം. ഞാൻ പോലെ ആവശ്യത്തിന് എണ്ണ മാത്രം മതി, അതിൽ കൂടുതലൊന്നും വയ്ക്കണ്ട. പിന്നെ ഫ്രൈങ് പാൻ ചൂടായിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൈയൊന്നും മുട്ടാതെ നോക്കണം, ഇല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണയിലേക്ക് സ്റ്റിക്ക് ഇടാൻ പോവാണ്. പയ്യെ ഇടാവൂ, ഇങ്ങനെ ഒറ്റയെടുത്തല്ലിടുക. എണ്ണ തിളച്ചിരിക്കണത് നമ്മളെ മേത്തേക്ക് തേച്ച് വരും. അതുകൊണ്ട് പയ്യെ ഇടാവൂ. അത് ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ ചൂടാക്കണം. അങ്ങനെ നമ്മുടെ പോപ്സിക്കിൾ ചെറുതായിട്ട് മൊരിഞ്ഞ് തുടങ്ങി. ചില വശം മാത്രമേ മൊരിഞ്ഞിട്ടുള്ളൂ. ഇത് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കെടുക്കാം, അല്ലാണ്ട് അവിടെ തന്നെ ഇട്ടത് കരിഞ്ഞു പോവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പം ചിക്കൻ പോപ്സിക്കിൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ കഴിക്കണില്ല, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ഇപ്പൊ കഴിച്ചാൽ എൻ്റെ വായ പൊള്ളിപ്പോവും.